Hi കൂട്ടരെ ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിലെ നല്ല അടിപൊളി ഒരു വൈറ്റ് മിക്സ്ചർ നല്ല മധുരമുള്ള സ്വീറ്റ് മിക്സ്ചർ തയ്യാറാക്കിയാലോ കുട്ടികൾക്കൊക്കെ ചായയുടെ കൂടെ കൊടുക്കാനായാലും അല്ലെങ്കിൽ നമുക്ക് വിരുന്നാരൊക്കെ വരുമ്പോൾ വെച്ച് കൊടുക്കാനായാലും ഒക്കെ സൂപ്പർ ആയിട്ടുള്ള ഒരു വൈറ്റ് മിക്സ്ചർ ആണ് ട്ടോ നല്ല സ്വീറ്റ് മിക്സ്ചർ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് അതിനെ ഒരു കുഴിയുള്ള ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം എണ്ണയുടെ ചൂട് കറക്റ്റ് ആയോ നോക്കാൻ വേണ്ടിയിട്ട് 2 അവൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊങ്ങി മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റ് ആയിട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റീലിൻ്റെ ഒരു അരിപ്പ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിനുള്ളിലേക്ക് ഇങ്ങനെ എണ്ണ നിൽക്കുന്ന വിധത്തിൽ എണ്ണ വേണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് അവലിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നല്ല ചൂടോട് കൂടി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവലെല്ലാം നന്നായിട്ട് ഇങ്ങനെ പഫായിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് നല്ല പഫായിട്ട് വരും അത് കളറൊന്നും ചേഞ്ച് ആവില്ല പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാം ഒത്തിരി നേരം നമ്മൾ എണ്ണയിൽ വെക്കരുത് അപ്പോൾ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് പഫായിട്ട് വരികയേ വേണ്ടൂ എന്നിട്ട് അതൊരു പാത്രത്തിലാക്കി മാറ്റി വെക്കാം ഇതേപോലെ തന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് ഓരോരോ ബാച്ചുകളായിട്ട് അവലെല്ലാം വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലെ കുഞ്ഞു സാധനങ്ങളൊക്കെ വറുത്തെടുക്കാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ അരിപ്പയാണ് കേട്ടോ അതാകുമ്പോൾ നമുക്ക് എണ്ണയിൽ അതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എല്ലാം ഒരേപോലെ ഫ്രൈ ആയി വരികയും ചെയ്യും എളുപ്പത്തിൽ നമുക്കത് എടുത്ത് മാറ്റാനും പറ്റും കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത് പൊട്ടുകടലയാണ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ടായിരുന്നു അതും നല്ലതുപോലെ വറുത്തെടുത്തു പിന്നെ ബദാം ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് വരുന്നതാണ് കേട്ടോ അത് കാരണം ഒത്തിരി ടൈം നമ്മൾ എണ്ണയിൽ ചൂടിൽ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടുകടല ആയാലും ബദാം ആയാലും ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം വറുത്തെടുക്കാൻ പിന്നെ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ അപ്പോൾ കപ്പലണ്ടിയും നല്ല ക്രിസ്പി ആവുന്നവരൊന്ന് വറുത്തെടുത്തു ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല മധുരമുള്ള ബ്ലാക്ക് മുന്തിരിയാണ് നല്ല സ്വീറ്റ് മിക്സ്ചർ അല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഞാൻ സ്വീറ്റ് മുന്തിരി എടുത്തിട്ടുണ്ട് അതും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ചെറിയ ഏലക്കായും മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ പഞ്ചസാര നല്ല ഫൈനായിട്ട് നല്ല പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതോട് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു വലിയൊരു ബൗളെടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അവലെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ അവൽ കണ്ടോ കളറൊന്നും ചേഞ്ച് ആയി വന്നിട്ടില്ല നല്ല വൈറ്റ് കളറിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒരു ക്രീം കളറിലായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊട്ടുകടല വറുത്തത് ബദാം വറുത്തത് കപ്പലണ്ടി വറുത്തത് അതുപോലെ മുന്തിരി വറുത്തത് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു മിക്സറിൽ ഈ ഒരു സംഭവങ്ങൾ മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ മുന്തിരി ഒഴിവാക്കണമെങ്കിൽ മുന്തിരി ഒഴിവാക്കാം ബദാം ഒഴിവാക്കണമെങ്കിൽ ബദാം ഒഴിവാക്കാം ഇപ്പോൾ അണ്ടിപ്പരിപ്പ് കാഷ്നട്ടൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും അത് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലല്ല എല്ലാം ആ ഒരു പഞ്ചസാരയുടെ പൊടി അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ വേണം നമ്മൾ പതിയെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്വീറ്റ് മിക്സ്ചർ റെഡിയായി കിട്ടും നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി കുട്ടികൾക്ക് സ്വീറ്റ് മിക്സ്ചറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്